ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടൊയോട്ട ഗ്ലാൻസിൻ്റെ 40,000 കിലോമീറ്ററിൻ്റെ സർവീസിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയാണ്. നമ്മൾ 2022 വണ്ടി വാങ്ങിച്ചത്. അപ്പോൾ അതേ ഇപ്പം നമുക്ക് കാണാം നമ്മുടെ വണ്ടീൻ്റെ കിലോമീറ്റർ ഓടിയത് 34,033 കിലോമീറ്ററാണ്. അപ്പോൾ കിലോമീറ്റർ 40,000 ആയിട്ടില്ല, പക്ഷേ നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ട് 4 വർഷം കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് നമ്മളിതേ വണ്ടീൻ്റെ സർവീസ് ചെയ്ത് വണ്ടി ഇതേ ഇപ്പോൾ കൊണ്ടുവന്നിട്ടേ ഉള്ളേ. 2022 സെപ്റ്റംബറിലാണ് നമ്മൾ വണ്ടി വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഓഗസ്റ്റിൽ നമ്മൾ ഈ സർവീസ് കംപ്ലീറ്റ് ചെയ്തു. 4 വർഷം കൊണ്ട് നമ്മുടെ ആവറേജ് മൈലേജ് കാണിക്കുന്നത് 15.7 ആണ്. ഈ ഒരു സർവീസിന് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തൽക്കാലം ഉള്ള പെട്രോളും കൊണ്ട് നമുക്ക് 83 കിലോമീറ്ററാണ് കേട്ടോ വണ്ടി ഓടാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ സർവീസിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടും അവർ എത്ര നല്ല രീതിയിലാണ് വണ്ടി ചെയ്തിട്ടുള്ളതെന്ന് ആണ്. നമ്മൾ കൊടുത്തത് മാനന്തവാടി ബ്രാഞ്ചിലുള്ള അമാന ടൊയോട്ടയിലാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കിയാലോ. വണ്ടി ഇപ്പോൾ ഡ്രൈവ് മോഡിലാണ്. ഇത് കൂടാതെ നമുക്ക് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് 2 മോഡ് കൂടെ ഉണ്ട്. റിവേഴ്സ് മോഡുണ്ട്, ഡ്രൈവ് മോഡുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരെങ്ങനെ സർവീസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. വണ്ടീൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സാധാരണ ഗ്ലാസ് തുറന്നിട്ടിട്ട് വണ്ടി ഓടിക്കാറൊന്നും തന്നെ ഇല്ല. എന്നാലും ചെറിയ രീതിയിലൊക്കെ ഇവിടെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു കൊടുത്തു കഴിഞ്ഞപ്പം. പക്ഷേ ഇപ്പം ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഒട്ടും പൊടിയില്ല. നല്ല രീതിയിൽ വണ്ടീൻ്റെ ഉള്ളിലും സീറ്റിലും താഴെയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ആ ടൊയോട്ടേൻ്റെ സിമ്പലുള്ള അവർ ആ പേപ്പറും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിലും വണ്ടിയുടെ ബാക്ക് സൈഡിലാണെങ്കിലും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്കിൽ കുറച്ച് ചെളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും അവരിത് ഇതുപോലെ മാറ്റിൻ്റെ മേലെ പേപ്പർ ഇട്ടിട്ടുണ്ട്. വണ്ടിയുടെ ബാക്ക് സൈഡ് ഡിക്കിയുടെ സൈഡിലേക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയുടെ പുറത്ത് നോക്കാം. വണ്ടിയുടെ പുറത്തും നമ്മൾ വണ്ടി കൊടുത്തത് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ഇപ്പോൾ ഇത് മഴക്കാലമാണല്ലോ, വണ്ടി അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചെളിയായിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വണ്ടി കൊണ്ടുവന്ന ഉടനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വീണ്ടും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. എത്ര രീതിയിൽ നല്ല രീതിയിൽ അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് കണ്ടോ, ടൊയോട്ട ഗ്ലാൻസ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ വണ്ടിക്ക് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. ഈ വണ്ടി വാങ്ങുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ ഓടിക്കാനുള്ള ഒരു പ്ലാനിലല്ല കേട്ടോ വണ്ടി വാങ്ങിച്ചത്. നമ്മൾ ബാംഗ്ലൂരിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ ടു വയനാടാണ് നമ്മുടെ വണ്ടിയുടെ ഒരു യാത്ര എന്നാണ് അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ വർക്ക് ഫ്രം ഹോമൊക്കെ ആയി ഇവിടെ സ്റ്റക്കാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ നാട്ടിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഇത് ബ്ലൂ കളറാണ്, നേവി ബ്ലൂ കളറാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ചെളിയോ മഴയോ ഒക്കെ ഒന്ന് തെറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് വിസിബിൾ ആവും കേട്ടോ. അതുപോലെ നമ്മൾ വണ്ടി ഇങ്ങനെ നാട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ വഴികൾ അറിയാമല്ലോ, അതിൻ്റെ സൈഡിൽ കൂടെ ഈ കാടും പുല്ലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ചെറിയ രീതിയിൽ ഉരഞ്ഞാലും ഈ കളർ ആയതുകൊണ്ട് ഇത് വിസിബിൾ ആവും കേട്ടോ. പിന്നെ നമ്മളിതേ വണ്ടീൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എല്ലാ വണ്ടിയുടെയും ടൊയോട്ടയൊക്കെ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരേ ഒരു കാര്യമാണ് അതിൻ്റെ ഫ്രണ്ടിലെ ബമ്പറിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഏറ്റവും താഴെ കേട്ടോ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഒരു ടൊയോട്ട ഗ്ലാൻസയുടെയും ഈ 2 സൈഡും ക്ലിയർ ആയിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ലെഫ്റ്റ് സൈഡാണ്. ഇവിടെ നല്ല രീതിയിൽ സ്ക്രാച്ച് വീണിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന വഴി ഇതുപോലെ റൈറ്റ് സൈഡിലേക്കാണ് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറഞ്ഞൊരു കയറ്റം ആയതുകൊണ്ട് ഇത് ചെറുതായിട്ടൊക്കെ ഒരയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ വണ്ടി കൊടുത്തു കഴിഞ്ഞപ്പം ഇതിനേക്കാട്ടിലും സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടീൻ്റെ സർവീസിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അവർ ഈ സ്ക്രാച്ചസ് ഒക്കെ ഒരു പരിധി വരെ കളഞ്ഞിട്ടുണ്ട്. ഇത് വണ്ടിയുടെ റൈറ്റ് സൈഡാണ്. ഈ സൈഡാണ് നമുക്ക് കൂടുതലായിട്ട് ഒരയാറുള്ളത്. കാരണം നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് കേട്ടോ കൂടുതലും വന്ന് കയറാറ്. അതുപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്ന് കയറുമ്പോൾ അത്രയ്ക്ക് കുത്തനെയുള്ള കയറ്റമല്ല. അപ്പോൾ അങ്ങനെയുള്ള കുത്തനെയുള്ള കയറ്റമൊക്കെ കയറുമ്പോൾ നമ്മുടെ വണ്ടിയുടെ അടി നല്ല രീതിയിൽ തട്ടി പോറാറുണ്ട് കേട്ടോ. അങ്ങനെ 2024 നമ്മൾ ഇതുപോലെ ബമ്പർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. വണ്ടി സർവീസ് ചെയ്തതിൻ്റെ കൂടെ അവർ തന്ന ഒരു ഫ്ലൂയിഡാണ് കേട്ടോ ഇത്. ഈ ഒരു ഫ്ലൂയിഡ് വണ്ടിയുടെ മൈലേജ് കൂട്ടാൻ വേണ്ടി സഹായിക്കും എന്ന് പറഞ്ഞാണ് തന്നത്. തികച്ചും ഓപ്ഷണലാണ്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടീൻ്റെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതിന് ശേഷം ഇത് ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് അവർ നമുക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതും എന്ന ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ
ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പാർട്ട് നമ്പർ, എവിടെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, മാനുഫാക്ചർ ചെയ്തത്, ഇതിൻ്റെ പ്രൈസ് എത്രയാണ് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ കാണുന്ന ഒരു പ്രൈസ് 1434 രൂപയാണ്. അപ്പോൾ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സർവീസ് ഇതിൻ്റെ ഭാഗമായിട്ട് അമാന ടൊയോട്ടേൻ്റെ എൻവലപ്പിൽ തന്നെ അവർ നമുക്ക് അതിൻ്റെ ബില്ലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ബില്ല് നോക്കാം കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ബില്ല്. ഈ ബില്ലിൽ 14 ഐറ്റംസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ ഐറ്റംസിൻ്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നിനും എത്ര രൂപയായി, അതുപോലെ അതിൻ്റെ ടാക്സ് എത്രയാണ്, അങ്ങനെ ഓരോരോ ഡീറ്റെയിൽസും മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണെങ്കിലും അത് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഡീറ്റെയിൽ ബില്ലാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സർവീസിൻ്റെ കൊട്ടേഷൻ അവർ തന്നപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയിട്ടോ. നമുക്ക് വന്നിരിക്കുന്ന എമൗണ്ട് 11,567 രൂപയാണ്. അപ്പോൾ ആ ഒരു എമൗണ്ടും നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത ബില്ലും കൂടെ അവർ നമുക്കിതിൻ്റെ കൂടെ വെച്ച് തന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ 30,000 രൂപയുടെ കിലോമീറ്ററിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ 6,000 സംതിങ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അതിന് നേരെ ഡബിളാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. ആ എമൗണ്ട് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊന്നും ഞെട്ടിപ്പോയി. ഈ 11,576 രൂപയ്ക്ക് ഇവർ എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ബില്ലായതുകൊണ്ട് എല്ലാം തന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടൊയോട്ട ഗ്ലാൻസ് ഉപയോഗിക്കുന്നവരാണെങ്കിലും ഈ 40,000 രൂപയുടെ സർവീസിന് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ബില്ലിലേക്ക് പോവാം. അവർ ചെയ്തു തന്നിട്ടുള്ള മെയിനായിട്ടുള്ള 2 സാധനങ്ങൾ 40,000 കിലോമീറ്ററിൻ്റെ സർവീസാണ്. അതിന് വന്നിരിക്കുന്ന ലേബർ ചാർജ് 2,020 രൂപയാണ്. ഇതിൻ്റെ CGST 9%, SGST 9%, അങ്ങനെ നമുക്ക് മൊത്തത്തിൽ 18% ടാക്സ് വരുന്നത്. അങ്ങനെ ആകെ 2,383 രൂപ 40,000 കിലോമീറ്റർ സർവീസിൻ്റെ ലേബർ ചാർജ് ആയിട്ടുണ്ട്. കൂടെ നമുക്ക് AC ക്ലീനിങ്ങിൻ്റെയും കൂടെ വന്നിട്ടുണ്ട്. അതിന് വന്നത് 1,273 രൂപയാണ്. ആകെ 1,381. ഇതിന് രണ്ടിനും കൂടെ 3,765 രൂപയാണ് മൊത്തം വന്നിട്ടുള്ളത് ലേബർ കോസ്റ്റ്. നമുക്ക് അവർ യൂസ് ചെയ്തേക്കുന്ന പാർട്സ് ആൻഡ് കൺസ്യൂമബിൾ നോക്കാം. ഓരോന്നിൻ്റെ പ്രൈസ് ഞാൻ എടുത്ത് പറയുന്നില്ല. ഇതിന് നമുക്ക് GST വന്നേക്കുന്നത് മുഴുവനായിട്ട് 18%. ഏതൊക്കെയാണ് എന്ന് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് ഫിൽറ്റർ ഓയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഹൈ പവർ ബ്രേക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട്, ബാറ്ററി വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, വിൻഷീൽഡ് വാട്ടർ ഫിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇഞ്ചക്ടർ ക്ലീനർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിന് ഇപ്പം ഇതിൽ കൊടുത്തേക്കുന്ന എമൗണ്ട് 2,293 രൂപയാണ് കേട്ടോ. അതുപോലെ എൻജിൻ ഫ്ലഷ്, ബ്രേക്ക് ഫ്ലൂയിഡ്, ടൊയോട്ട എൻജിൻ ഓയിൽ, കൂളൻ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എലമെൻറ്റ്സ് എയർ ക്ലീനർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫിൽറ്ററും ഗ്യാസ്കറ്റും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ നമുക്കൊരു 12 പാർട്സ് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ഓയിലും ഡീറ്റെയിൽസും അടക്കമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. എത്ര യൂണിറ്റ് പ്രൈസ് എത്രയായിട്ടുണ്ടെന്നും എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്തിട്ടുണ്ടെന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബില്ലിലുണ്ട് കേട്ടോ. ബില്ലല്ല, ഞാൻ ബില്ലിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇതുപോലെ ഒരു ഇമേജായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ GSTയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഓരോന്നിനും എത്ര രൂപയായിട്ടുണ്ടെന്ന് കേട്ടോ നമ്മളിത് റൈറ്റ് സൈഡിൽ യെല്ലോ കളറിൽ കൊടുത്തേക്കുന്നത്. അങ്ങനെ മൊത്തമായിട്ട് നമുക്ക് വന്നേക്കുന്ന എമൗണ്ട്, പാർട്സിന് വേണ്ടിയിട്ട് വന്നേക്കുന്ന എമൗണ്ട് 7,811 രൂപയാണ്. വലിയ എമൗണ്ട് നമുക്ക് വന്നേക്കുന്നത് ഇഞ്ചക്ടർ ക്ലീനിനും എൻജിൻ ഫ്ലഷിനും അതുപോലെ ടൊയോട്ട എൻജിൻ ഓയിൽ മാറ്റിയതിനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ബില്ല്. അങ്ങനെ നമ്മുടെ ടോട്ടൽ ലേബർ കോസ്റ്റ് വന്നേക്കുന്നത് 3,191 രൂപയാണ്. വിത്തൗട്ട് ടാക്സ് ആണ്. പാർട്സിന് വന്നേക്കുന്നത് വിത്തൗട്ട് ടാക്സ് 6,619 രൂപയാണ്. വിത്തൗട്ട് ടാക്സ് കൂടാതെ നമുക്ക് 9,810 രൂപയാണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 18% GST വന്നപ്പം 1,765 രൂപയും കൂടെ നമുക്ക് ടോട്ടൽ 11,576 രൂപയായി. സത്യം പറഞ്ഞാൽ ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് കേട്ടോ, എന്തോരം പൈസയാണ് നമ്മൾ ടാക്സിന് കൊടുക്കുന്നത് അല്ലേ. 9,810 രൂപ നമ്മൾ ചെയ്ത സമയത്ത്, നമുക്ക് ബില്ല് വന്ന സമയത്ത് ടാക്സ് നമുക്ക് അതിൻ്റെ കൂടെ വന്നത് 1,765 രൂപയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ടോട്ടൽ ബില്ല്. ഇതിൻ്റെ ഒരു ബ്രേക്കപ്പ് ബില്ല് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന്. അതായത് ചാർജിൻ്റെയും പാർട്സിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ടൊയോട്ട ഗ്ലാൻസയ്ക്ക് 2022 മോഡലാണ്. അതിൻ്റെ 40,000 കിലോമീറ്ററിൻ്റെ സർവീസിന് ചെയ്തിട്ടുള്ളത്. 14 ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൊയോട്ട ഗ്ലാൻസ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇനി വാങ്ങാനിരിക്കുന്നവരൊക്കെ ആണെങ്കിലും ഇതൊന്ന് കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ